എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് സിനിമയുടെ ബിഗ് ബോസ് ഷോക്കാണ് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസോട്ടോ ലൈവ് ഇരുന്ന് കാണാൻ. അതെ അല്ലേ, സത്യം. ഒരു പ്രത്യേക ഒരു വൈബിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ക്യാമറ ഇങ്ങനെ ഇവിടെ ഒരു ഭാഗത്തേക്ക് വെക്കുമ്പോൾ അവിടെ നല്ല കണ്ടന്റ്, അത് കഴിഞ്ഞ് ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ മാരകമായ കണ്ടന്റ്, അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, അവിടെയും കണ്ടന്റോട് കണ്ടന്റ്. ഇപ്പൊ ഏത് ക്യാമറ നോക്കിയാലും കണ്ടന്റാ. അതായത് ഒരു കണ്ടന്റ് അനീഷും ഷാനവാസും തമ്മിൽ, ഒരു കണ്ടന്റ് നെവിന്റെ അഴിഞ്ഞാട്ടം ഏത് കിച്ചണില് രാവിലെ മുതൽ നെവിൻ അറുമാതിക്കേട്, പിന്നെ അനുമോളും നെവിനും ഒരു കണ്ടന്റ്, പിന്നെ നെവീനും നൂറയും തമ്മിലൊരു കണ്ടന്റ്, പിന്നെ ഈ കിച്ചൺ ടീം മൊത്തത്തില് ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു കണ്ടന്റ്, പിന്നെ ശൈത്യയുടെ മറുകണ്ടൻ ചാടൽ, അത് വേറൊരു സാധനം. അതായത് ശാരികന്റെ പിറകെ നടക്കുന്നു, ആ കൂട്ടത്തിൽ കൂടുന്നു, അനുമോളെ റിജക്ട് ചെയ്യുന്നു, പിന്നെ അനുമോളും ആര്യനും തമ്മിലുള്ള കിട്ടില്ലല്ലോ ഒരു വഴിയായിട്ടോ. എന്തൊരു രസമായിരുന്നു അത്. എന്താണെങ്കിലും നമ്മൾ ആദ്യം മുതൽ തന്നെ തുടങ്ങാം. എന്താണെങ്കിലും അനീഷും ഷാനവാസും തമ്മിലായിരുന്നു രാവിലത്തെ പ്രശ്നം. കാരണം രാവിലെ എല്ലാവരും, അതായത് കിച്ചൺ ടീം ഇന്നലെ കൊടുത്ത ഡ്യൂട്ടി കൊടുത്തത് അനുവും അപ്പാനി, അങ്ങനത്തെ ഒരു ടീം ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവരെല്ലാരും വന്നു കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തേൻ മിസ്സായി. തേൻ മാത്രമല്ല, 1-2 സാധനങ്ങൾ കിച്ചണിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പൊ തേൻ മിസ്സായത് അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. തേൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണല്ലേ? തേന് കാരണം 500 ഗ്രാം തേനേ ഉള്ളൂ. പലരും എടുത്ത് കുടിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. അതെ, അത് തേൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനം. എന്താണെങ്കിലും പ്രശ്നമായി. അനീഷ് ഇടപെടുന്നുണ്ട്, ഷാനവാസ് ഇടപെടുന്നുണ്ട്. അപ്പം അനീഷ് ഇടപെട്ടപ്പോൾ അനീഷിനോട് ഷാനവാസ് ചോദിച്ചു, നീ എങ്ങനെ പറയരുത്, കാരണം നീയാണ് കിച്ചന്റെ ക്യാപ്റ്റൻ, അത് നീയാണ് നോക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഞാനല്ല കിച്ചന്റെ ക്യാപ്റ്റൻ, അത് ഇന്നലെ കൊണ്ട് തീർന്നു എന്ന്. അപ്പൊ ഷാനവാസ് ചോദിക്കേണ്ടത് അതെങ്ങനെ തീരും? ഇവിടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം കൈമാറുന്ന ഒരു ചടങ്ങ് തന്നെയുണ്ട്, ഒരു ചടങ്ങ് തന്നെയുണ്ട്. അത് കഴിയാണ്ട് എങ്ങനെ മറ്റൊരു ക്യാപ്റ്റൻ ഇവിടെ വരും? അത് അനീഷ് തെറ്റിദ്ധരിച്ചാണ്. അതായത് ഇന്നലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആര്യൻ ടീമിനെല്ലാരെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അതിനുള്ള സമയം ആയിട്ടില്ല. അത് ശരിക്കും ഇന്ന് ക്യാപ്റ്റൻസി, അതായത് ബിഗ് ബോസ് വിളിച്ചിട്ട് ക്യാപ്റ്റൻ എന്നുള്ളത് മാറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ പുതിയ ടീം തന്നെ അവിടെ വരാൻ പാടുള്ളൂ. അതിനുള്ള അവകാശമുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ഒരു പോയിന്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ, ഷാനവാസ് പറഞ്ഞത്. കാരണം അത് അങ്ങനെ തന്നെയാണ്, ഇതുവരെ നടന്നിട്ടുള്ളത് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആ ഭാഗത്ത് അനീഷിന്റെ അടുത്ത് തന്നെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. അതിനുശേഷമാണ് നമ്മുടെ എന്തായാലും തേൻ മിസ്സിംഗ് ആണ്. നിവിൻ അതങ്ങോട്ട് തകർക്കുന്നുണ്ട്. കാരണം ഇതിവിടെ നടക്കൂല എന്നും പറഞ്ഞുകൊണ്ടാണ് ആളിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം അവിടുന്ന് എന്തൊരു ചെറിയ സാധനം മിസ്സായാൽ പോലും കള്ളൻ എന്നുള്ള പേര് കേൾക്കുന്നത് മൊത്തം നിവിനാണ്. നമുക്കറിയാവുന്ന ജിസേല് മൈൻഡ് ഗെയിമറുമാണ്. രണ്ടുപേരും ചെയ്യുന്നത് മോശമാണ്. പക്ഷെ ജിസേല് പെർഫെക്റ്റും നെവിൻ കള്ളനുമാണ്. നെവിൻ അത് അവിടെ നിന്ന് എടുത്തു പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ത് ചെയ്താലും ഡീസന്റ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ളൻ. ആക്ച്വലി ഇത് ആരാ എടുത്തിട്ടുള്ളത് ഈ തേന്? അക്ബറിന് തേനിന്റെ ആവശ്യമുണ്ട്. അത് കുറച്ച് തേൻ കുറവുണ്ടെന്ന് അക്ബർ എന്തായാലും തേൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. അല്ലെങ്കിൽ അത് അവിടെ പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ആള് പറയുന്നുണ്ട്, ആളവിടെ വന്ന് പറഞ്ഞു കേട്ടോ, ഞാനാണ് മാറ്റി വെച്ചതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രല്ല, അതുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് അത് എന്ന് പറയുന്നത്. ചിലപ്പോ മറ്റുള്ളവർ എടുത്തു കൊണ്ടാതിരിക്കാൻ എടുത്തു വെച്ചതാവാം. അല്ലെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് കുടിച്ചാൽ തീരുന്ന പ്രശ്നം അത് തീരും. അതുകൊണ്ടാണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് കരുതിയിട്ട് തന്നെ മാറ്റി വെച്ചതായിരിക്കാം. പക്ഷെ അത് മാറ്റി വെക്കുകയാണെങ്കിലും ആരോടെങ്കിലും ഒരാളോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു, ഒരു ക്യാപ്റ്റനോടെങ്കിലും. പക്ഷെ കാരണം എന്നുള്ളത് ന്യായീകരണമായി മാത്രം മാറും. അതെ. അപ്പൊ നവീൻ അവിടെ പറയാനുള്ള കാര്യമുണ്ട്. തീർച്ചയായിട്ടും പറയാനുള്ള കാര്യമുണ്ട്. താനെടുത്തതും എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ ആൾക്ക് പറയാം. ആളെടുത്തതിനകത്ത് എത്രയോ പേര് കുടിക്കുന്നു ഒക്കെ ഉണ്ട്. പലരും മേക്കപ്പ് വരെ ഇടുന്നുണ്ട്. അപ്പം ആളെടുത്തതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ട്, വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും അതിനുശേഷം നൂറയായിട്ടായിരുന്നു പ്രശ്നം നെവിൻ. അതും ഇതുപോലെ തന്നെയാണ്. ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, ആപ്പിളിന്റെ അടുത്ത് പോയി ആളിങ്ങനെ തൊട്ട് തലോടി നിന്നപ്പോ നൂറ പറഞ്ഞു പരിപാടി നടക്കൂല, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് ആളെ ട്രിഗർ ചെയ്തു. ആള് അവിടെ നിന്ന് പ്രശ്നമായി. സംഭവം ഇന്നലെ ലാലട്ടൻ പ്രത്യേകം
പറഞ്ഞു കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതെ അതെ അത് നെവീന് കളി മാറ്റണം എന്നുള്ളത് നെവീന് നന്നായിട്ട് അറിയാം. നെവീൻ സാധാരണ പ്ലെയർ ഒന്നും അല്ല കേട്ടോ, ആള് ഭയങ്കര ബ്രില്യന്റ് ആണ്. കിഡിലായിട്ട് ആള് കളിക്കും. ആള് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നേരം വെളുത്തപ്പം മുതൽ ആളത് ചൂസ് ചെയ്യുന്നുണ്ട്. അതെ, ശരിക്ക് ഇന്നിപ്പോ അതായത് അനുമോളോട് പ്രശ്നം ഉണ്ടാക്കിയ ഒരു പ്രൊമോ ഉണ്ടായിരുന്നില്ലേ, അതായത് റെന ഫാത്തിമയുടെ. റെന ഫാത്തിമ എന്തിനാണ് ഇപ്പോ കയറി പിടിക്കുന്നത് മനസ്സിലായോ? അതായത് മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു അനുമോളുടേത്. അപ്പോ അനുമോൾക്കെതിരെ തിരിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള ചിന്ത. പിന്നെ എന്തൊക്കെ ഈ ആഴ്ചയിൽ നടന്ന മൊത്തം പരിപാടികൾ എല്ലായിടത്തും ചോദിച്ചപ്പോൾ അതിൽ റെന ഫാത്തിമ എന്ന് പറഞ്ഞൊരു പേരില്ല. അതുകൊണ്ട് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഞാനിവിടെ പുറത്താണ്. അപ്പൊ അതിനായിരിക്കാം മേ ബി ഇത് സത്യം. അതുപോലെ തന്നെയാണ് അപ്പൊ നെവിന്റെ കാര്യവും. ഫസ്റ്റ് വീക്ക് വന്നു കഴിഞ്ഞപ്പോ നമ്മളൊക്കെ എല്ലാവർക്കും, അതായത് എല്ലാ റിവ്യൂ പറയുന്നവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു റെന ഫാത്തിമ. കാരണം അത്ര സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോയി. ഒന്നില്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി അത്ര സ്ട്രോങ് ആയിട്ട് എതിർത്ത് നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വീക്കില് അതിന് കാരണം എന്താ അറിയോ, മന്മഥൻ പോറ്റി പുറത്തുപോയി. ആളുടെ എതിരാളി മന്മഥൻ പോറ്റിയായിരുന്നു. സത്യം. ഇപ്പൊ കണ്ടന്റ് ഇല്ലാതായി, ഇപ്പൊ ഔട്ടാണ്. ഇപ്പം കാല് തിരുമ്മലും കൈ തിരുമ്മലും ജിസേലിന്റെ കാല് തിരുമ്മി കൊടുക്കലും നഖം ക്ലിയർ ചെയ്ത് കൊടുക്കലും ഇങ്ങനെയൊക്കെ തന്നെ പരിപാടി. ഒരു കണ്ടസ്റ്റന്റിന്റെ അവസ്ഥയാണ് മാറിയത്. അതെ, എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ലാലേട്ടന്റെ ആ ജിസേലിനെ സേഫ് ആക്കുന്നതിന് തൊട്ട് മുന്നത്തെ ഒരു കുറച്ച് സംസാരം ഉണ്ടല്ലോ, അതിന്ന് വീണ് പോയതാണോ എന്നൊരു സംശയമുണ്ട്. തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ജിസേലിനാണ് ഫാൻസ് എന്നും കട്ടക്ക് ഹേറ്റേഴ്സ് അനുമോൾക്ക് വരുമെന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അങ്ങനെയാണ് അനുമോൾക്കെതിരെയും പിന്നെ ജിസേലിന്റെ കൂടെ തന്നെ നിൽക്കാമെന്നുള്ളതും അനുമോൾ റെന ഫാത്തിമക്ക് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ അതിന്റെ ഇടയിലൂടെ ബിന്നിയും അനീഷും തമ്മിൽ നിന്ന് കോർക്കുന്നുണ്ടായിരുന്നു. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടൊക്കെ സംസാരമായിരുന്നു. ബിന്നി നന്നായിട്ട് കിടലിനായിട്ട് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അനീഷിന്റെ എന്താന്ന് പറയാ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അനീഷ് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. മറ്റേ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ സാധനം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് കളഞ്ഞപ്പോ തന്നെ ഓക്കെ, ഇനി വഴക്കുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അത് വേണം, ഒരു പ്രശ്നമല്ല. വഴക്കും കാര്യങ്ങളൊക്കെ വേണം. അപ്പോഴാണ് ഈ ഷോയിന്റെ രസവും വൈബും ഒക്കെ കിട്ടുള്ളൂ. അരോചകമായിട്ട് മാറരുതായിരുന്നു, അത് മാറ്റിയത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഇനി അങ്ങോട്ട് വരുമോ? പക്ഷെ ഇന്ന് രാവിലെ ഇനിയിപ്പം ഷാനവാസിനോട് പ്രശ്നം ഉണ്ടായപ്പോഴാണെങ്കിലും ബിന്നിനോട് പ്രശ്നം ഉണ്ടായപ്പോഴാണെങ്കിലും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷെ കുറച്ച് റിപ്പീറ്റ് ബിന്നിയോടുള്ള അതിൽ വരുന്നുണ്ടായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളൂ, കൊറേ വന്നിട്ടില്ല. ഒരുപാട് മറ്റേന്ന് പറഞ്ഞ ഒരു 40-50 എണ്ണമാണ് മൂപ്പറ കണക്ക്. പിന്നെ സൗണ്ടും വേറെ രീതിയാണ്. അതെ, ഇപ്പൊ അങ്ങനെയല്ല, ഒരു മിതത്വം എല്ലാത്തിനും, ഒരു മയമുണ്ട്. അതാണ് വേണ്ടത്. അതുണ്ടായാൽ തന്നെ അനീഷ് അടിപൊളിയാവും. അനീഷിന്റെ അടുത്ത് കണ്ടന്റ് വരായ്മല്ലോ, അതിനൊരു കുറവില്ലല്ലോ. അനീഷ് നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത് പുറത്ത് വരുന്നത് വളരെ മോശമായ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ലൈവ് കാണാൻ തോന്നാത്ത ലെവലിലായിരുന്നു, അതിപ്പോ മാറി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത്രയും നേരം ഞങ്ങൾ ഇരുന്ന് കാണുമായിരുന്നു ലൈവ്. ഇതിപ്പോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ത് രസമായിരുന്നു അറിയോ. അതാണ് പറയാറ്, ആര്യനെ ഒരുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. തലയിൽ ക്യാപ്റ്റൻ ആണല്ലോ, ക്യാപ്റ്റന് ഒരു പ്രത്യേക തൊപ്പി ഉണ്ടായി കൊടുത്തു, ഒരു കവർ വെച്ചിട്ട്. എന്തൊരു രസം അറിയോ. അത് കഴിഞ്ഞിട്ട് അനുമോള് നിലത്ത് കടന്ന് ചിരിക്കുന്നുണ്ട്. അതായത് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ആര്യൻ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് എന്താ അറിയോ, നമ്മുടെ ഈ സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഇല്ലേ, അതിന്റെ മുന്നിലുണ്ടാവും ഒരു വൈറ്റ് ഡ്രസ്സും മറ്റേ ഒരു പാറാവ് പോലത്തെ സാധനം തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ടീം, അങ്ങനത്തെ ഒരാളിങ്ങനെ നിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ സാധനം. അതിന് കാട്ടൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ട് ആര്യ. അതെ, അതായത് ആര്യൻ സാധാരണ അതിനൊരു എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സീൻ അവിടെ നടക്കൂല. സത്യമായിട്ട് ഇപ്പൊ ശരിക്ക് ആര്യനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ വളർന്നു വരുന്നു. അതെ, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഈ ഒരു തൊപ്പി വെച്ചിട്ട് എല്ലാവരുടെ അടിയിലും ചെന്നു, എന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല, ഒരു പട്ടിക്കുറുക്ക നോക്കുന്നില്ല. പക്ഷെ അത് കണ്ടന്റ് ആക്കണമായിരുന്നു ആര്യം കുറച്ചും കൂടി. അതുമല്ല, അത് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പോഴേക്കും അനുമോള് തന്നെ അത് കളഞ്ഞു. അനുമോളല്ല, അവൻ തന്നെ. അതായത് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുന്നിട്ട് ഇതെന്തോ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെയാന്ന് അങ്ങോട്ട് പറഞ്ഞു. അതിലാണ് ആര്യന് കോപ്പ്, നീ തന്നെ എന്നെ ശരിയാക്കുന്നു എന്ന് വെച്ചിട്ട് എടുത്തു എറിഞ്ഞത്. പക്ഷെ അത് നല്ല രസമായിരുന്നു, കുറച്ചും കൂടി കൊണ്ടുപോകായിരുന്നു. എല്ലാവരുടെയും എല്ലാവരുടെയും റിയാക്ഷൻ കാണായിരുന്നു. ഇത് ചിലരൊക്കെ കണ്ടു, പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും
ലൈവ് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതെ, ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് ഉടൻ തന്നെ വരാം. ഉടനെ വരാം.